കേരളത്തിലെ പതിനായിരക്കണക്കിന് വീടുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് നല്ലതുപോലെ സാമ്പത്തികമായിട്ട് വകയുണ്ടായിരുന്ന സ്ഥലവും വീടും സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കുറെ സേവിങ്സും ഒക്കെ ആയിട്ട് മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന പല കുടുംബങ്ങളും ഇന്ന് വീട് ജപ്തിയിലേക്ക് പോകുന്നു. സ്ഥലം കിട്ടുന്ന വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നു. ഒന്നുമില്ലാതെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു ഒരുപാട് മാതാപിതാക്കൾ. പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട, എറണാകുളം പോലെയുള്ള ജില്ലകളിലൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് പൊതുവെ കേട്ടുകേൾവിയുള്ളത് മക്കള് വഴിതെറ്റിപ്പോയിട്ട്, അല്ലെങ്കിൽ കുടിയും വലിയും ചീട്ടുകളിയും അടിപിടിയും ഒക്കെ ആയിട്ട് ഉള്ളതൊക്കെ നശിപ്പിച്ച് കളയുന്ന പ്രവണതയൊക്കെ പണ്ടിങ്ങനെ കേൾക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു കാര്യവുമില്ലാതെ, പുറത്ത് സാധ്യത ഉണ്ടോ എന്ന് പോലും തിരക്കാതെ, എങ്ങനെയും വിദേശത്തേക്ക് മക്കളെ വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ലക്ഷങ്ങൾ ലോണും എടുത്ത് പിള്ളേരെ പറഞ്ഞു വിട്ടതിന് ശേഷം അവർക്ക് അവിടെ ജോലിയും കിട്ടുന്നില്ല, അവരവിടെ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുന്നു. ഇവിടുന്ന് വീണ്ടും കടം മേടിച്ചിട്ട് അങ്ങോട്ട് പണം അയച്ചു കൊടുക്കേണ്ടി വരുന്നു ഈ മക്കൾ അവിടെ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവരൊക്കെ പോയതിന്റെ 20-25 ലക്ഷം രൂപയൊക്കെ ഇവിടെ ലോൺ കിടക്കുകയാണ്. അങ്ങനെയുള്ള കിടപ്പാടവും കൂടി നഷ്ടപ്പെട്ട് മക്കൾ അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഇവരാകട്ടെ ഇവിടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണിത്. ഈ വീഡിയോ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു ഇഷ്ടക്കേട് തോന്നിയേക്കാം. വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളെ മുഴുവൻ കുറ്റം പറയുന്ന ഒരു വീഡിയോ ഒന്നും അല്ല ഇത്. വിദേശത്ത് പറ്റുമെങ്കിൽ, നല്ലൊരു ജീവിതം നിങ്ങൾക്ക് അവിടെ കിട്ടുമെങ്കിൽ, അവിടുത്തെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കോഴ്സ് സ്കോളർഷിപ്പോടെ ഒന്നും അല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ പഠിക്കാൻ പോകണം. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലൊരു വർക്ക് വിസയിലൊക്കെ പോകണം. മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളവരാണെങ്കിലും വളരെ എളുപ്പമാണ്, അവർക്കൊന്നും നോക്കണ്ട. അങ്ങനെയൊക്കെ വിദേശത്തേക്ക് പോയി രക്ഷപ്പെടാം. അല്ലാതെ നമ്മുടെ നാട് മനോഹരമായിട്ട് ഇവിടെ അങ്ങ് ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല. അപ്പൊ പുറത്തു പോകാൻ പറ്റുമെങ്കിൽ പോവുക തന്നെ ചെയ്യണം. പക്ഷെ നിലവിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ മാറ്റിയായിരിക്കും പറയുന്നത്, കാരണം നിങ്ങൾക്ക് ഊഹിക്കാം. ഈ ഒരു ഐഡിയ കിട്ടിയാൽ മതിയല്ലോ. പാലായിലുള്ള ഒരു വീടാണ് എന്ന് സങ്കല്പിക്കുക. അവിടെ ഒരു ഗൃഹനാഥൻ, ഭാര്യ, 3 മക്കള്. വളരെ സുഖസുന്ദരമായിട്ട് അവർ ജീവിച്ചു വരികയായിരുന്നു. അവർക്കൊരു 40 സെന്റ് സ്ഥലം, അത്യാവശ്യം നല്ല ഒരു കണ്ണായ സ്ഥലത്താണ് ഈ 40 സെന്റ്. വലിയ തരക്കേടില്ലാത്തൊരു വീടുണ്ട്. ഈ ചേട്ടൻ പാലായിൽ തന്നെ ഒരു പലചരക്ക് കടയൊക്കെ നടത്തി മനോഹരമായിട്ട് ജീവിച്ചു വരുന്നു. ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. ഒരു ക്ലർക്ക് പോസ്റ്റിലൊക്കെ കയറിയിട്ട് അത്യാവശ്യം സേവിങ്സ് അങ്ങനെ ഉണ്ട്. നല്ല മനോഹരമായിട്ട് പോകുന്ന ഒരു കുടുംബം. ഇവരുടെ മൂത്ത മകൻ പോളിടെക്നിക് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലറ ചില്ലറ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് നാട്ടിലെ തന്നെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ പിടിച്ച് പിന്നെ അത് കോൺട്രാക്ട് പോലെ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, 3 മക്കളാണെന്ന് പറഞ്ഞല്ലോ. ഈ നടുക്കുള്ള പെൺകുട്ടി ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് പോകണമെന്നൊരു ആഗ്രഹം. പഠിച്ചത് ഫിസിക്സ് ആണ് എന്ന് കരുതുക. ഇന്നത്തെ കാലത്ത് ഈ ഡിഗ്രി ഒന്നും പഠിച്ചുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് പുറത്തുപോയി രക്ഷപ്പെട്ടേക്കാം എന്നുള്ള രീതിയിൽ ഒരു 15 ലക്ഷം രൂപയോളം, അന്ന് അത്രയും ചെലവായി, ഇന്നാണെങ്കിൽ ഇതിൽ കൂടുതലാകും, ഒരു മാനേജ്മെന്റ് കോഴ്സാണ് പഠിക്കാൻ പോയത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള സ്കോപ്പുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റി ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല പോയത്. UK പോകാൻ ഏത് കോഴ്സ് എടുത്താലാണ്, അല്ലെങ്കിൽ ഏതാണ് പെട്ടെന്ന് കിട്ടുക, എങ്ങനെയും അവിടെ എത്തിയാൽ മതി എന്നുള്ളതായിരുന്നു ചിന്ത. അങ്ങനെ ഒരു കാര്യമില്ലാത്ത ഒരു മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ആദ്യമൊക്കെ പാർട്ട് ടൈം ജോലികളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഈ സ്റ്റേ ബാക്കിന്റെ ഒക്കെ സമയത്ത് ഇവർ ഉദ്ദേശിക്കുന്ന പോലെ ജോലിയൊന്നും കിട്ടുന്നില്ല. നാട്ടിൽ നിന്നുള്ളവരെല്ലാം UK തന്നെ ആ ഒരു സമയത്ത് ചെന്ന് കയറുന്ന സമയമായതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ജോലിക്ക് തന്നെ ഒരാൾ റെഡി അല്ലെങ്കിൽ 10 പേരെ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി കിട്ടാനില്ല. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും വീട്ടിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയൊക്കെ പണം അങ്ങോട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇവര് നല്ല സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു കുടുംബം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പെൺകുട്ടിയെ വിട്ടതിന് കടബാധ്യത ഒന്നും ആദ്യം ഇല്ലായിരുന്നു. കാരണം അവർ അത്ര നാളും മിച്ചം പിടിച്ചതാണ് മുഴുവനും ഈ പെൺകുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഈ പെൺകുട്ടി അവിടെ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും ഇളയ ആൾക്കും, അവൻ വളരെ ഇളയതാണ്, +2 കഴിഞ്ഞതേ ഉള്ളൂ, അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ജർമ്മനിക്ക് പോകണം. അവന്റെ കുറെ കൂട്ടുകാരും ഒക്കെ അങ്ങോട്ടാണ് പോകാനിരിക്കുന്നത്. അപ്പൊ എനിക്കും പോകണം എന്നുള്ള രീതിയിൽ. എന്നാൽ അവന്റെ പല കൂട്ടുകാരും പിന്നീട് അറിഞ്ഞെന്ന് പറഞ്ഞാൽ അവര് B2 ഒക്കെ പാസ്സായിട്ട് അവിടെ ഫ്രീ ആയിട്ട് നേഴ്സിംഗ് പഠിക്കാൻ അഡ്മിഷനൊക്കെ എടുത്ത് പോയവരാണ്. അവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ അത് പറ്റാത്തത് കൊണ്ടും അല്ലെങ്കിൽ അതിന് കിട്ടാത്തത് കൊണ്ടും ഒക്കെ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ ഒരു B1 മാത്രമൊക്കെ വെച്ചിട്ട് അവിടെയുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഇളയാളും പോയി. പക്ഷെ ഇതിന് നല്ല ചെലവുണ്ടായിരുന്നു. അവരുണ്ടായിരുന്ന വീടും ഈ പറയുന്ന കടയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ വീടും എല്ലാം കൂടെ വെച്ചിട്ടാണ് വലിയൊരു തുക ലോൺ എടുത്തിട്ടാണ്, അതായത് നിലവിൽ ഇത്രയും ബാധ്യത കിടക്കുകയാണ്. ഇതിന്റെ പുറമെയാണ് ഇവര് ഏറ്റവും ഇളയ പയ്യനും കൂടെ വേണ്ടിയിട്ട് കൂനിന്മേൽ കുരു എന്നുള്ള രീതിയിൽ ഇത്രയും വലിയ ബാധ്യതയും കൂടെ എടുത്തിട്ട് ഏറ്റവും ഇളയാളെയും കൂടെ വിടുന്നത്. ഇന്ന് ആ വീടിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, വീടും പറമ്പും ഒക്കെ, അതായത് വീട് എപ്പോൾ വേണമെങ്കിലും ജപ്തിയാകാം,
അതുപോലെ പറമ്പ് അവർ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാനായിട്ട് നോക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സ്ഥലം വിൽക്കാനുള്ള കണ്ണായ സ്ഥലങ്ങളിൽ പോലും സ്ഥലം വിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ആവശ്യക്കാരന് വില കിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ. ഇത് ഒതുക്കത്തിൽ കിട്ടാൻ വേണ്ടി ചിലരൊക്കെ ഈ സ്ഥലം വിൽപ്പന മുടക്കുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. ഇതെല്ലാം നോക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂത്തയാളാണ്. ഇവരിപ്പോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഈ 3 മക്കളെ കുറിച്ചിട്ടും ആളുകൾ അന്വേഷിക്കും. ഇപ്പൊ ഇവര് പറയുന്നത് എന്താണ്? ഏറ്റവും ഇളയ ആള് ജർമ്മനിയിലാണ്, നടുക്കുള്ള പെണ്ണ് അവള് UK-യിലാണ്, മൂത്തയാളോ മൂത്തയാള് വലിയ കാര്യമൊന്നുമില്ല, അവൻ നാട്ടിൽ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുകയാണ്. സത്യം എന്താണെന്ന് പറഞ്ഞാല് ഈ പുള്ളിക്കാരൻ വൈറ്റ് കോളർ ജോബും കൊണ്ടിരുന്നാല് കാര്യമൊന്നുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അയാള് ഇലക്ട്രിക്കൽ വർക്കിനും അല്ലെങ്കിൽ കൂലിപ്പണി എന്ന് തന്നെ പറയാം, ഒരു കോൺട്രാക്ടർ പോലെയൊക്കെ ആകാൻ കുറച്ച് പണിക്കാരെയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇയാളും പണിയണം. ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുള്ളിക്കാരനാണ്. പക്ഷെ നാട്ടില് പറയുമ്പോഴേക്കും ഇളയവരൊക്കെ രക്ഷപ്പെട്ടു, അവര് ജർമ്മനിയിലും കാനഡയിലും UK-യിലും ഒക്കെയാണ്, ഇവൻ ഇങ്ങനെ ഇവിടെ നടപ്പുണ്ട്. ഈ പേരൻസ് ഉത്തരവാദിത്വം ഇല്ലാത്തവരൊന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരാൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു, അതിന്റെ നല്ലൊരു സേവിങ്സ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈ ചേട്ടൻ കടയിൽ നിന്നുണ്ടാക്കിയിരുന്ന നല്ലൊരു സേവിങ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാം. UK-യിൽ ഇപ്പോൾ PR കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഒരുപാട് പേരെ പറഞ്ഞു വിടാൻ പോകുന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ പെൺകുട്ടി അധികം വൈകാതെ അവിടെ നിന്ന് നിർത്തി നാട്ടിലേക്ക് തന്നെ വരാനുള്ള ഒരു പ്ലാനാണ്. ഈ കുട്ടിയെ പഠിക്കാൻ വിടാൻ വേണ്ടിയിട്ട് അവരുടെ സേവിങ്സ് മുഴുവൻ തീർത്തതാണ്. ഇനി അവള് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് നാട്ടിൽ തന്നെ ജോലിക്ക് ശ്രമിക്കാം. പറ്റുമെങ്കിൽ വേറൊരു ലോണും കൂടെ എടുത്തിട്ട് ഇനി US-ലേക്കോ കാനഡയിലേക്കോ പോകാനും പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ കാര്യത്തിൽ സേവിങ്സ് പോയെന്നേ ഉള്ളൂ. എന്നാൽ ഏറ്റവും ഇളയാളുടെ കാര്യത്തിൽ ലോൺ ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്, കൂട്ടുപലിശയായിട്ട് പണയം വെച്ചതൊക്കെ നഷ്ടപ്പെടുന്നുള്ള അവസ്ഥയിൽ. ഇവന്റെ കാര്യവും ഈ പറഞ്ഞതുപോലെ തന്നെ. അവിടെ ചെന്നിട്ട് ഭാഷ നല്ലതുപോലെ അറിയില്ലെങ്കിൽ സാധാരണ ജോലിയാണെങ്കിലും കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയും ഈ പണ്ടത്തെ UK-യുടെ അതേ അവസ്ഥയിലേക്ക് തന്നെ ജർമ്മനിയും പോവുകയാണ്. ആ സമയത്ത് തന്നെ അവനും പോയി. ഈ പിള്ളേരെല്ലാം പോകുന്നതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ നേഴ്സുമാരായിട്ടൊക്കെ കുറെ പേര് എളുപ്പത്തിൽ പോവുകയും നല്ലതുപോലെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എളുപ്പമാണ് മെഡിക്കൽ ഫീൽഡിലും, അല്ലെങ്കിൽ അവിടെ ഏതാണ് സാധ്യതയുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് നാട്ടിൽ നിന്നാണെങ്കിലും അത് പഠിച്ചിട്ട് വർക്ക് വിസയിൽ പോവുക, അല്ലെങ്കിൽ അവിടെ അത്തരം കോഴ്സുകൾ പഠിക്കാൻ പോവുക. ഇതല്ലാതെ ഇന്നും എങ്ങനെയെങ്കിലും യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ കുടുംബത്തിലുള്ള മുഴുവൻ സേവിങ്സ് നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ കൊണ്ട് വലിയ ബാധ്യതകളും ഒക്കെ എടുപ്പിച്ച് ഈ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ നശിച്ചു പോകുന്ന അവരുടെ ജീവിതം മാത്രമല്ല, അവർ അത്ര നാളും വളർത്തിയ പേരൻസിന്റെ ജീവിതം കൂടെയാണ്. അവരൊടുവിലേ ഇത് തിരിച്ചറിയുന്നുള്ളൂ. ഈ പ്രവണത ഇനിയെങ്കിലും കേരളത്തിൽ മാറിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ്. നിലവിൽ തന്നെ അത് അങ്ങനെയാണ്. ഇനിയും ഒരുപാട് വീടുകൾ ജപ്തിയിലേക്കും അല്ലെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് സ്ഥലം വിൽക്കാനും ഒക്കെ നോക്കി നൂറുകണക്കിന് ആയിരക്കണക്കിന് വീടുകളാണ് പ്രത്യേകിച്ച് ഒരു മധ്യ കേരളത്തിൽ മുഴുവൻ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇതിന് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ഈ കുട്ടികളൊരു പ്രണയം അല്ലെങ്കിൽ അവരുടെ ഒരു വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇത് നിങ്ങൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഞങ്ങളത് നോക്കട്ടെ പറ്റിയതാണോ എന്നൊക്കെ ആലോചിക്കുന്നവരാണ് ഈ കേരളത്തിലെ രക്ഷിതാക്കളെല്ലാം. പക്ഷേ കുട്ടികൾ വിദേശത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ മാത്രം അവര് പറയുന്നതിനോട് 100% യോജിച്ചിട്ട് അവരെന്ത് പറയുന്നോ, ഏത് രാജ്യം പറയുന്നോ, ഏത് യൂണിവേഴ്സിറ്റി പറയുന്നോ, ഏത് കോഴ്സ് പറയുന്നോ അങ്ങോട്ട് വിടുകയാണ്. പ്രധാനമായിട്ട് ഈ രാജ്യങ്ങളിൽ നിൽക്കുന്നവരെയും ഒക്കെ വിളിച്ച് നല്ലതുപോലെ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇവരെ വിടുക. ഏജൻസികൾ പറയുന്നത് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവരൊരിക്കലും ഇതിന്റെ നെഗറ്റീവ് സൈഡുകൾ ഒന്നും പറഞ്ഞു തരില്ല. അങ്ങോട്ട് പറക്കൂ രക്ഷപ്പെടൂ എന്ന് മാത്രമേ ഇവര് പറയുകയുള്ളൂ. ഇന്ന് 20-25 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ടാണ് പലരും മക്കളെ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്നത്. ഇവിടെ ഉള്ളവർക്ക് ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളതൊന്നും ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ്. എങ്കിലും ഒന്ന് ചിന്തിക്കുക, ഇതേ കുട്ടികൾ ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തു തരാമോ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, ഞാനൊരു ബിസിനസ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എത്ര വീട്ടുകാർ കൊടുക്കും? ലോൺ എടുത്തിട്ടാണോ നിനക്ക് ബിസിനസ് ചെയ്യാനായിട്ട് 5 ലക്ഷം രൂപയോ എന്നൊക്കെ ചോദിക്കുകയുള്ളൂ. പക്ഷെ ഇതേ കുട്ടി തന്നെ പറയുകയാണ്, ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം നമ്മുടെ ഒരു 25 ലക്ഷം രൂപയെങ്കിലും ലോൺ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അതിനെന്താ മോനെ, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. എന്താണ് ഇവിടെ പ്രശ്നം? 2-3 മക്കളൊക്കെ ഉള്ളവരെ 2 പേരെയോ ഒരാളെയോ ഒക്കെ വിദേശത്തേക്ക് വിടുന്നത് നല്ലതാണ്. ഈ രാജ്യത്ത് തന്നെ ജീവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ അവിടെ ഒരു വർക്ക് വിസയിൽ അവർക്ക് നല്ലൊരു ജോലി കിട്ടുന്ന രീതിയിൽ ഇവിടെ നിന്ന് നല്ല എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട്, ഏറ്റവും കുറഞ്ഞത് മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഏതെങ്കിലും ഒരു നല്ല കോഴ്സ് പഠിച്ചിട്ട് അതിനുവേണ്ടി പണം മുടക്ക്. ഇവിടെ നിന്ന് പഠിച്ചിട്ട് അവിടെ വർക്ക് വിസയിൽ പോ, അല്ലെങ്കിൽ അവിടെ സ്കോളർഷിപ്പോട് കൂടിയൊക്കെ പഠിക്കാൻ പറ്റുന്ന മിടുക്കരായ കുട്ടികൾക്കൊക്കെ അങ്ങനെ പഠിക്കാം. അല്ലാതെ നിങ്ങൾ +2-ന് ജസ്റ്റ് പാസ്സായാൽ മതി, ഡിഗ്രിക്ക് മിനിമം മാർക്ക് മതി, എന്ത് പഠിച്ചാലും ഇനി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങ് വന്നാൽ മതി, ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കള്ളത്തരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം.
ഇന്ത്യക്കാരെയൊക്കെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ തുടങ്ങുന്ന ഒരു കാര്യവുമില്ലാത്ത യൂണിവേഴ്സിറ്റികളാണ് അതൊക്കെ. അവിടേക്കൊക്കെയാണ് പോയി ഇവിടെ നിന്നുള്ള മലയാളി കുട്ടികൾ ഭൂരിഭാഗവും പഠിക്കുന്നത്. വിദേശത്തേക്ക് പോയി അവിടെ സക്സസ് ആകുന്നവരുടെ യൂട്യൂബ് വീഡിയോസും മറ്റുമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ പോയി സ്ട്രഗിൾ ചെയ്യുന്നവര്, പെട്ടുപോകുന്നവര്, തിരിച്ചു പോരുന്നവര്, ഇതൊന്നും പലരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് തന്നെ ശ്രദ്ധിച്ചു നോക്കുക. യൂറോപ്പിലൊക്കെ പോയിട്ട് അത്യാവശ്യം ഫാമിലി വ്ളോഗ് ഒക്കെ ആയിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഭാര്യയും ഭർത്താവും ഒക്കെ നേഴ്സുമാരായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമില്ലാതെ അവിടെ ജീവിക്കാൻ പറ്റും. അവരെ പോലെ തന്നെ നിങ്ങൾക്കും അങ്ങോട്ടങ്ങ് ചെന്ന് കിട്ടിയാലേ ജീവിക്കാൻ പറ്റുമെന്ന് കരുതരുത്. ഇത്തരം വിഷയങ്ങൾ ഒരുപാട് വീഡിയോകളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പലർക്കും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. പുറത്തു പോകുന്നതിനെതിരായിട്ടൊന്നും അല്ല പറഞ്ഞത്. കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. എന്തൊക്കെയാണെങ്കിലും ഇനി നിങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ ആ അനുഭവങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.